നമസ്കരിച്ചു കൊണ്ടിരിക്കെ അവർക്ക് തോന്നുകയാണ് അവർ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് വല്ല കീഴ്വായു പോയിട്ടുണ്ടോ തോന്നുകയാണ്. എന്നാൽ ശബ്ദമൊന്നും കേട്ടിട്ടില്ല. അതേപോലെ തന്നെ സാധാരണ നിലക്കുണ്ടാകുന്ന കീഴ്വായു പോയാലുണ്ടാകുന്ന ദുർഗന്ധം അതുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലുമില്ല, ഒരു ശബ്ദവും കേട്ടിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് എന്തോ പൊട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു കാറ്റ് പുറപ്പെടുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നുകയാണ്. ഇങ്ങനെ തോന്നിയാൽ വുളു മുറിയുമോ? വീണ്ടും വുളു എടുത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ? ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അൽഹംദുലില്ലാ, ഈ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹിബ്നു സെയ്ദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു ശക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുൽ അല്ലദി യുഖയ്യലു ഇലൈഹി അന്നഹു യജിദു ഷൈഅ ഫി സ്വലാഹ്. ഒരു വ്യക്തി നമസ്കരിക്കുമ്പോൾ ആ വ്യക്തിക്ക് തോന്നുകയാണ് കീഴ്വായു പോയിട്ടുണ്ടോ, വുളു മുറിഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് നബിയെ ഹുക്മ്, എന്താണ് വിധി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ കൃത്യമായി ഈ വിഷയം ചോദിക്കുകയാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യൻസരിഫ്, നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത്, നമസ്കാരത്തിൽ നിന്ന് പിരിയരുത്. ഏതുവരെ? ഹത്താ യസ്മഅ സൗതൻ, നിങ്ങളൊരു ശബ്ദം കൃത്യമായി നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കാത്ത കാലത്തോളം നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിയേണ്ടതില്ല. ഇനി ശബ്ദം കേട്ടിട്ടില്ലെങ്കിലും ഔ യജിദ റീഹൻ, നിങ്ങൾക്ക് ഒരു സ്മെല്ല് അനുഭവപ്പെടുന്നില്ലെങ്കിലും. അപ്പോൾ ഒന്നുകിൽ സ്മെല്ല് അനുഭവപ്പെടണം. അങ്ങനെ സ്മെല്ല് അനുഭവപ്പെട്ടാൽ വുളു മുറിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. ഇനി അതില്ലെങ്കിൽ നിങ്ങളുടെ ചെവി കൊണ്ടൊരു ശബ്ദം നിങ്ങൾ കേൾക്കണം. ഇത് രണ്ടുമില്ലെങ്കിൽ മറ്റുള്ളത് കേവലം തോന്നലുകളാണ്, അല്ലെങ്കിൽ അത് വുളു മുറിയാൻ പാകത്തിലുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിയേണ്ടതില്ല. കാരണം അത്തരത്തിലുള്ള വസ്വാസുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതെയാക്കുകയാണ്. പല ആളുകൾക്കും ആ വിഷയത്തിൽ വസ്വാസാണ്, അതിൻ്റെ ആവശ്യമില്ല. വസ്വാസ് യഥാർത്ഥത്തിൽ പിശാചിൽ നിന്നുള്ളതാണ്. പിശാചു മനുഷ്യനെ കബളിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുകയും ചെയ്യുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്മെല്ലില്ലാത്ത കാലത്തോളം, അല്ലെങ്കിൽ ശബ്ദം കേൾക്കാത്ത കാലത്തോളം നമുക്ക് തോന്നുന്ന തോന്നലുകളെ പരിഗണിക്കേണ്ടതില്ല. അവർ നമസ്കാരം പൂർത്തിയാക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ.